ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ദേവുട്ടിയുടെ കൂടെ ഒരു ഷോയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മളങ്ങനെ വെന്യൂവിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് കുറേ നേരം കട്ട പോസ്റ്റായിരുന്നു. ഇതുണ്ട മോഡൽസിനുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുക്കാനൊക്കെ ആയിട്ട് അവർ പോയി. കൂടെ പോയിന്ന് നല്ല വെയിലായിരുന്നു, കരിഞ്ഞ് നിൽക്കുമായിരുന്നു. ഈ ഒരു ഫാൻ ഇല്ലായിരുന്നെങ്കിൽ ഒന്നും പറയണ്ട, അന്നത്തെ സെലിബ്രിറ്റി തന്നെ എൻ്റെ ഫാനായിരുന്നു. പിന്നെ നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ ഒരു ഡ്രിങ്ക്സും ബിസ്ക്കറ്റൊക്കെ ഓർഡർ ചെയ്ത് തൽക്കാലത്തേക്കുള്ള ഒരു ആശ്വാസം അതായിരുന്നു. കരിഞ്ഞിരിക്കണം, അത്രയ്ക്ക് വെയിലായിരുന്നു. ഡ്യൂട്ടിയാണ് വീഡിയോ എടുത്ത് തരാനൊക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അത് കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് സത്യം പറയാം കണ്ണൊന്ന് തുറന്നത്. പിന്നെ നമ്മൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്ക് സൈഡിൽ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. കുറച്ച് നേരം നമ്മളങ്ങനെ അവിടെ പോയി നിന്ന് അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഒരു ആശ്വാസമായി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. എൻ്റെ സൗണ്ടൊക്കെ മൊത്തം പോയിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ 11:30 ഒരുപാട് ലേറ്റായിട്ടാണ് തിരിച്ചെത്തിയത്. പിന്നെ ഇതാണ് നമ്മളുടെ സ്റ്റേജ് വരുന്നത്. അവിടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ കുട്ടി മലയാളിയല്ല, അയാൾക്ക് ഹിന്ദി ഇംഗ്ലീഷ് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒന്നും പറയില്ല, നല്ലൊരു ക്യൂട്ട് ഒരു കുട്ടിയായിരുന്നു. ആദ്യം ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് ഫസ്റ്റ് ഇപ്പോൾ എജൻറ്റിൽ ഉള്ള കുട്ടിയായിരുന്നു. ഫസ്റ്റ് ട്രഡീഷണൽ ആയിരുന്നു. ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ബാക്കി ആള് നമ്മളായിട്ട് നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. എൻ്റെ സൗണ്ട് ശരിയല്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി അവരെ കോസ്റ്റ്യൂം റെഡിയാക്കിയിട്ടാണ് ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. ഫേസ് മേക്കപ്പ് ഓൾറെഡി ഫിനിഷ് ആയിട്ടുണ്ട്. ഹെയർ സെറ്റിങ്സിലേക്ക് കിടക്കുക കേട്ടോ. എൻ്റെ തലയിൽ കണ്ട ഒരു കൊമ്പ് പോലെ, ഒന്നും പറയണ്ട. അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കോമ്പൊക്കെ എടുക്കാനായിട്ട് അന്വേഷിച്ച് പോകാൻ വേറെ വഴിയൊന്നുമില്ല. അതാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡലിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ആൾ ഒരുപാട് ഹാപ്പിയാണ്, ആളുടെ അമ്മ ഹാപ്പി ആയിരുന്നു. അപ്പം നിങ്ങൾക്കും ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യട്ടോ.